നമസ്കാരം. വീട്ടമ്മാസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് വീട്ടമ്മാസിൻ്റെ എപ്പിസോഡിലൂടെ നമ്മൾ ഗാർലിക് ചിക്കനാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഗാർലിക് ചിക്കൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചില്ലി ചിക്കൻ, മഞ്ചൂരിയൻ ആ ഒരു ഫാമിലിയിലൊക്കെ വരുത്താൻ പറ്റുന്ന ഒരു ചൈനീസ് ഡിഷ് തന്നെയാണ് ഗാർലിക് ചിക്കൻ. വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സൈഡ് ഡിഷാണ്. അപ്പത്തിൻ്റെ കൂടെയും പൂരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പെറോട്ടയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ അടിപൊളിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഡിഷാണ്. അപ്പോൾ നമുക്ക് കാണണ്ടേ എങ്ങനെയാണ് ഗാർലിക് ചിക്കൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നതെന്ന് നോക്കാം. അപ്പോൾ ഗാർലിക് ചിക്കൻ ഉണ്ടാക്കാൻ നമുക്ക് കുറച്ച് ചിക്കൻ സ്റ്റോക്ക് വേണം. അപ്പോൾ ഒരു 3-4 എല്ലുള്ള ഒരു കുറച്ച് കഷ്ണങ്ങൾ ഞാനൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി, അത് വൈറ്റ് പെപ്പർ പൗഡറാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഉപ്പ്, വെള്ളം ഇത്രയും ഒഴിച്ച്, വെള്ളം 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് എത്ര സ്റ്റോക്ക് വേണോ അതനുസരിച്ചിട്ട് വെള്ളം ഒഴിക്കുക. അതനുസരിച്ച് ഉപ്പും കുരുമുളകും ചേർക്കുകയും വേണം. എന്നിട്ട് കുക്കറ് വെയിറ്റ് വെച്ചിട്ട് 2 വിസിൽ. അപ്പോൾ ഇവിടെ നമ്മൾ ഗാർലിക് ചിക്കൻ ആയതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി ചേർക്കാത്തത്, കാരണം വെള്ള കളറിലൊരു ഡിഷാണിത്. അപ്പോൾ ഇവിടെ ഞാനൊരു 200-250 ഗ്രാമോളം ചിക്കൻ്റെ പീസസ്, അത് ബോൺലെസ് ചിക്കൻ പീസസാണ് ഈ ഒരു ഡിഷിന് ബെസ്റ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലോട്ട് ഞാൻ പെപ്പർ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ വൈറ്റ് പെപ്പർ പൗഡർ ഇല്ല, അത് കാരണം ഞാൻ സാധാരണ കുരുമുളക് പൊടി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ എരിവിന് ആവശ്യം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് ചേർക്കാൻ പോകുന്ന ഉപ്പ്, പാകത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. കോൺഫ്ലോറിനകത്ത് ഇങ്ങനെ പൊതിഞ്ഞിരിക്കണം നമ്മുടെ ചിക്കൻ്റെ പീസസ് എല്ലാം. അപ്പോൾ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. അപ്പോൾ ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച് അളവും കൂടി കൂട്ടിക്കൊള്ളണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഒരു 20 മിനിറ്റോളം മാരിനേറ്റ് വെക്കാം. മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് വറുക്കാനായിട്ട് എടുക്കാം. അപ്പോൾ ഞാനിത് സൺഫ്ലവർ ഓയിലാണ് വറുക്കുന്നത്. അപ്പം ഇതൊരു ഷാലോ ഫ്രൈ ചെയ്താൽ മതി. അതുപോലെ നിങ്ങൾ മാരിനേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് വെളുത്തുള്ളിയുടെ ഫ്ലേവർ നിങ്ങൾക്ക് നല്ല ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, കുറച്ചുകൂടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചേർത്ത കൂട്ടത്തിൽ കുറച്ച് വെളുത്തുള്ളി ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതേ ചിക്കൻ്റെ പീസസ് എല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗ്രേവി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിൽ തന്നെ ഞാൻ സൺഫ്ലവർ ഓയിലിൽ തന്നെയാണ് മൊത്തം ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തു. അതിലോട്ട് ഒരു 3 കുടം വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, കുഞ്ഞു വെളുത്തുള്ളിയാണ്, വലിയ വെളുത്തുള്ളി അല്ല കേട്ടോ, ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 1.5 വലിയ സവോള ഇതുപോലെ ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത്, ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത്, നുറുക്കിയത്, പിന്നെ ഒരു 1/2 മുറിയോളം ക്യാപ്സിക്കം, ഒരു 3/4 മുറിയോളം ക്യാപ്സിക്കം, ഇത്രയും കൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇതിലോട്ട് ഞാനിപ്പം സവോളയും പച്ചമുളകും അരിഞ്ഞത് ഇട്ട് വഴറ്റുകയാണ്. ഒരുപാട് മൂക്കണ്ട, ഒന്ന് വാടി വന്നാൽ മതി. അപ്പോൾ അതായത് നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പീസസ് മാറ്റിയിട്ട് സ്റ്റോക്ക് മാത്രമായിട്ട് ഒഴിച്ചെടുത്ത് മാറ്റി വയ്ക്കാനായിട്ട് പോവുകയാണ്. ഇനി അതുപോലെ നമുക്ക് വേണ്ടുന്നതാണ് കോൺഫ്ലോർ ഒന്ന് വെള്ളത്തിൽ കലക്കി. അപ്പം ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു കുറച്ച് വെള്ളത്തിൽ, കുറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/2 കപ്പോളം വെള്ളത്തിൽ ഒന്ന് കലക്കി വയ്ക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഗ്രേവി ഒന്ന് കട്ടിയാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കുന്നത്, കലക്കി ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ കോൺഫ്ലവർ കലക്കി ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കറിക്ക് നല്ലൊരു ഷൈനിങ് അപ്പിയറൻസ് ഒക്കെ കിട്ടും. അപ്പം നമ്മുടെ ക്യാപ്സിക്കം ഈ ഒരു സ്റ്റേജിലാണ് ഞാൻ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തു. ക്യാപ്സിക്കം നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തു, അത് നലുത്ത് പോകും. അപ്പോൾ ലാസ്റ്റ് സ്റ്റേജിലാണ് സാധാരണ നമ്മൾ ചില്ലി ചിക്കൻ ആണെങ്കിലും ഒക്കെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ അങ്ങനെ കിടക്കുന്നത് ഇവിടെ മോൾക്ക് ഇഷ്ടമല്ലാത്ത കാരണം ഞാൻ ഈ ഒരു സ്റ്റേജിലങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി അതുപോലെ തന്നെ ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുത്തു. ചിക്കൻ്റെ പീസസ് ഇട്ടതിന് ശേഷം ഞാൻ നമ്മുടെ ചിക്കൻ്റെ സ്റ്റോക്ക് ഇരുന്നത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റോക്ക് ഒഴിച്ചതിന് ശേഷം നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് തിള വരുമ്പോഴത്തേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇന്ന് ചാറിങ്ങനെ കുറുകി വരുന്ന സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ കറി റെഡി ആയി കഴിഞ്ഞു. ഗാർലിക് ചിക്കൻ റെഡി ആയി കഴിഞ്ഞു.
അപ്പം ഭയങ്കര നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്കിത് ഉണ്ടാക്കാനായിട്ട്. ചില്ലി ചിക്കൻ്റെയൊക്കെ ആ ഒരു അടുത്ത് നിൽക്കുന്ന ഒരു വിഭവം തന്നെയാണ്. അപ്പോൾ ഗാർലിക്കിൻ്റെ ഫ്ലേവർ നിങ്ങൾക്ക് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗാർലിക് ഒഴിവാക്കാം. ഞാനതിൽ ചേർത്തിട്ടില്ല. അപ്പോൾ എന്താ നമ്മുടെ ഗാർലിക് ചിക്കൻ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയതിന് ശേഷം അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യുക. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്.